അധികാരം ഏറ്റെടുത്തിട്ടുള്ള മിസ്റ്റർ കൃഷ്ണദാസും അതുപോലെ തന്നെ ഷീല ചേച്ചിയും മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വേദിക്കകത്തുള്ള സഹോദരി സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഈ പഞ്ചായത്തിൻ്റെ ഭരണം ജനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നൽകിയതാണ്. എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതിനു മുൻപ് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരി വിശദീകരിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഇന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭമതിയായിട്ടുള്ള ലീഡറായിരുന്ന ഗൗരിയമ്മയുടെ നാട്ടിൽ അരൂരിൽ ചേന്നംപള്ളിപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണം ഇതുപോലെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ ഹരിപ്പാട് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത്, ചെന്നിത്തല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴയിൽ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹരിപ്പാടിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉല്ലാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടത്തിലേറിയിരിക്കുകയാണ്. തിരുവൻവണ്ടൂർ പഞ്ചായത്ത്, പുതനൂർ പഞ്ചായത്ത് തുടങ്ങി 8 ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ആ ആലപ്പുഴയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ കാണാൻ അവസരം കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുകയാണ്. അവിടെ ആലപ്പുഴയിലെ കുട്ടനാട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. 50 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പാറിച്ച പ്രദേശത്ത് നീലംപേരൂർ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ 200-ലധികം വരുന്ന വ്യക്തികൾ അവിടെ ജനപ്രതിനിധികളായി വിജയിച്ചു. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാനാണ് ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള പുന്നപ്രയിൽ പ്രധാന പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അച്യുതാനന്ദന്റെ പ്രദേശവും മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഞാനും നിങ്ങളുമൊക്കെ ബഹുമാനിക്കുന്ന ശ്രീമാൻ അച്യുതാനന്ദന്റെ പ്രദേശവും സുധാകരൻ സാറിന്റെ പ്രദേശവും നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി അടിവെച്ച് അധികാരത്തിലേക്ക് എടുത്തപ്പോ കോൺഗ്രസ് മെല്ലെ പുറകിൽ നിന്ന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന 1-2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്രധാന പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് തിരുവില്ലാമല പഞ്ചായത്തിൽ നമ്മൾ ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അധികാരം എന്ന് പറയുന്നത് എന്തിനാണ്? ജനങ്ങളെ സേവിക്കാനാണ്. ശ്രീമാൻ നരേന്ദ്രമോദി, ആരാധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി, ഒരു പാവപ്പെട്ട കുടിലിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് തന്റെ അമ്മ കൂലിപ്പണി ചെയ്ത് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 1 തവണയല്ല 2 തവണയല്ല 3 തവണയും മുഖ്യമന്ത്രിയായതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനമെടുത്തത്. രാജ്യത്തെ പാവപ്പെട്ടവർ പറഞ്ഞു, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഈ രാജ്യം പറഞ്ഞു, നമോ മോദി, മോദിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് രാജ്യത്ത് ആഭാരവൃത്തം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടു പറഞ്ഞു. ആ കസേരയിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി നടന്നു നീങ്ങിയത്. അപ്പോ നമ്മളെ കളിയാക്കിക്കൊണ്ട് പലരും പറഞ്ഞു, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഭയപ്പാടുണ്ടാകും. ആ നരേന്ദ്രമോദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു. എവിടെയാണ്? ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വിശ്വാസപൂർവ്വം നെഞ്ചിലേറ്റിയിട്ടുള്ള ബൈബിൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ ഇന്നലെ ലോകം മുഴുവൻ നോക്കിക്കണ്ടുവെങ്കിൽ ആ മോദി നൽകുന്ന സന്ദേശം എന്താണ്?
ആ സന്ദേശം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ മതചിഹ്നങ്ങളിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പരിപാടി. എന്താണ്? അമ്മമാരുടെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കലാണ് എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നത്. പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റിയെങ്കിൽ പോലും കക്കൂസും കുളിമുറിയും എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളിലേക്ക് കൊണ്ടുവന്നത് ആ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി ന്യൂനപക്ഷ സഹോദരന്മാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പൗരത്വ നിയമം രാജ്യത്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പള്ളി ഉണ്ടാകില്ല, സ്ഥലമുണ്ടാകില്ല, വീടുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിച്ചു. അവര് എല്ലാവരും ചേർന്ന് കടകളടച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ രാജ്യം വിട്ടു പോകാൻ തയ്യാറല്ല. ആര് പറഞ്ഞു നിങ്ങളോട് രാജ്യം വിട്ടു പോകാൻ? നിങ്ങളുടെ നാട് ഈ ഭാരതമാണ്. നിങ്ങളുടെ അമ്മ ഭാരതാമ്മയാണ്. നിങ്ങൾ ഇവിടെ നമാസ് നടത്തുമ്പോ, നിങ്ങൾ നിസ്കരിക്കുമ്പോ, നിങ്ങൾ മകളെ ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ, മയ്യത്ത് നമസ്കാരം നടത്തിക്കൊണ്ട് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഈ ഭാരതത്തിന്റെ മക്കളാണ്. ഇവിടെ മതം രണ്ടാമതാണ്, രാജ്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയെ ഈ ലോകം മുഴുവൻ സ്വീകരിക്കുകയാണ്. ഈ താമര ചിഹ്നമുള്ള ഷാള് അത് കഴുത്തിലിടുന്നതിന്റെ തൊട്ടു മുമ്പ് 1.5 മണിക്കൂർ മുമ്പാണ് പിണറായി വിജയന്റെ ഫോൺ വന്നത്. പിണറായി വിജയന്റെ ഫോൺ കിട്ടിയപ്പോ EP ജയരാജൻ എന്നോട് പറഞ്ഞു, ശോഭ ക്ഷമിക്കണം, കാരണം എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് ആവലാതിയുണ്ട്, വേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. ഒരു എലിക്കുട്ടിയെ പോലെ, പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിക്കുട്ടിയെ പോലെ വിറച്ച EP ജയരാജന്റെ മുഖം അന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ആ EP ജയരാജൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. EP ജയരാജന് ഞാൻ മാനനഷ്ടമുണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, EP ജയരാജൻ ഒരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിന്റെ പേര് ആത്മകഥ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കള്ളന്റെ ആത്മകഥ എന്ന് പേരിട്ടാൽ ഏറെ നന്നായിരുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ വീണ്ടും എനിക്കെതിരെ ഒരു കേസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളൊക്കെ വെടുപ്പായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചിഹ്നങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പക്കാരും അതിലെ നല്ലവരായ മനുഷ്യരും AK ഗോപാലിനെയും ഒരു കാലത്ത് ഗൗരിയമ്മയെയും സഖാവ് കൃഷ്ണപിള്ളയെയും പാവപ്പെട്ടവരുടെ പടനായകന്മാരെ എന്ന് അവതരിപ്പിച്ച മുഴുവൻ നേതാക്കന്മാർക്കും വേണ്ടി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചവർ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോ അവർ മനസ്സിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സ്വർണ്ണക്കള്ളക്കടത്തിന് പോവുകയാണ്. ഒരു യൂണിയൻ പണിയെടുത്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരനെ അടക്കം അവരെ അടിച്ച് ഒതുക്കാൻ പരിശ്രമിച്ചുവെങ്കിൽ 8ഉം 10ഉം സ്റ്റിച്ച് അദ്ദേഹത്തിന്റെ തലയിലിടേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ അവരുടെ അരികിൽ ചെന്നിരുന്നപ്പോ ആ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയമില്ല. ആ ക്ലബിന് ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അതെന്താണ്? മനുഷ്യത്വമാണ്. ഞങ്ങൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ചാരുമൂടില് എങ്ങനെ അടിക്കാൻ തോന്നി എന്റെ ഭർത്താവിനെ എന്ന് ആ മുസ്ലിം ഉമ്മ ചോദിച്ചു. എന്നിട്ട് ആ മുസ്ലിം ഉമ്മ ഇങ്ങനെയും പറഞ്ഞു, എന്താണെന്നറിയുമോ? അവര് സ്വബോധത്തിലായിരുന്നില്ല. അപ്പോ ആലപ്പുഴയിൽ MDMA കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സഖാവിനെ കുറച്ചു നാളുകൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ജില്ലാ സെക്രട്ടറി നാസർ യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞു, എന്താണ്? സമൂഹത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് നാസറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ നാസറിന്റെ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം അങ്ങോട്ട് വാങ്ങി പാർട്ടിയുടെ പെട്ടിയിലിട്ടു. എന്നിട്ട് നാസറിന് ടിക്കറ്റ് കൊടുത്ത് നാസറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച അതേ ജില്ലയിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, യുവാക്കളെ വഴിതെറ്റിക്കാൻ, അങ്ങനെ പാവപ്പെട്ട കുട്ടികളെ മാത്രമേ ഇപ്പോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നുള്ളൂ, ആ കൊടി പിടിക്കുന്നുള്ളൂ. എന്താ കാരണം?
ഇവരുടെയൊക്കെ മുന്തിയ ആളുകളുണ്ടല്ലോ. ആലത്തൂരിലെ മുൻ MP ബിജുവിന്റെ കൂട്ടാളികളാണ്. ബിജു ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. ബിജുവിന് തോന്നി ബിജുവിനൊരു ഡോക്ടറേറ്റ് വേണം. ഏതിലാണ്? കെമിസ്ട്രിയിൽ തന്നെ ഡോക്ടറേറ്റ് വേണം. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ലബോറട്ടറിയിൽ പോണ്ടേ, പഠിക്കണ്ടേ? പക്ഷെ ബിജു ചോദിച്ചു, ഇവിടെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണോ പിണറായി വിജയൻ എല്ലാവർക്കും ഡോക്ടറേറ്റ് കൊടുക്കുന്നത്? വാഴക്കുളയും ചങ്ങമ്പുഴയെയും തിരിച്ചറിയാത്ത ചിന്താജനോദനും കൊടുത്തില്ലേ ഡോക്ടറേറ്റ്? അപ്പൊ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്, ബിജു പറഞ്ഞു. അപ്പോ ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ചേട്ടൻ എന്തായാലും ഒരു ഡോക്ടറേറ്റ് കൊടുക്കണം. കാരണം എന്താണ്? ഷാജു ഖാന് നിങ്ങൾ ഡോക്ടറേറ്റ് കൊടുത്തില്ലേ? പരീക്ഷ എഴുതാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വാശി പിടിച്ച ആർഷോക്കും കൊടുത്തില്ലേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നാണ് ബിജുവിന്റെ ഭാര്യ ചോദിച്ചത്. അപ്പോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലവനായ നേതാവ് ബിജുവിന്റെ ഭാര്യയോട് പറഞ്ഞു, നീ വായടക്കി മിണ്ടാതിരുന്നോ, കാരണം നീ നല്ല പരീക്ഷയിലെ റാങ്ക് കിട്ടിയിട്ടല്ല മുന്തിയ യൂണിവേഴ്സിറ്റിയില് ജോലി ചെയ്യുന്നത് എന്ന് ബിജുവിന്റെ ഭാര്യയോട് വേറൊരു സഖാവ് പറഞ്ഞു. അപ്പോ ബിജുവിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? കണ്ണൂരില് രാകേഷിന്റെ ഭാര്യക്ക് ജോലി കിട്ടിയത് റാങ്ക് കിട്ടിയിട്ടാണോ എന്ന് ബിജുവിന്റെ ഭാര്യ അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, അല്ല, എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, MP രാജേഷിന്റെ ഭാര്യ സംസ്കൃത സർവകലാശാലയില് വലിയ ജോലി ചെയ്യുന്നത് നന്നായി പഠിച്ചിട്ടാണോ, റാങ്ക് വാങ്ങിയിട്ടാണോ എന്ന് ചോദിക്കുന്നവരുടെ പാർട്ടിയായി ഈ മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ, ആ പിണറായി വിജയനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്ത്. ഇത് ഞാൻ പറയുമ്പോ എനിക്കെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല.